ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണിന്ന്. അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങൾ നമ്മുടെ എണ്ണ വിപണിയെ പിടിച്ചുലയ്ക്കുമ്പോൾ അയൽ രാജ്യമായ പാകിസ്ഥാൻ സൗദിയിൽ നിന്ന് കടം വാങ്ങി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയിലാണ് യുക്രൈനിൽ റഷ്യൻ മിസൈലുകൾ തീമഴ പെയ്യിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ IT സ്ഥാപനമായ TCSന്റെ നാസിക് ഓഫീസിനുള്ളിൽ നടന്ന ഞെട്ടിക്കുന്ന ക്രൂരതകൾ പുറത്തുവരുന്നത്. സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികൾ മുതൽ സുരക്ഷാ ഭീഷണികൾ വരെ വാർത്തകൾ നോക്കാം. വെൽക്കം ടു ലോക. നമ്മൾ ഓരോരുത്തരും ഭയപ്പെട്ടിരുന്ന ആ ഒരു വാർത്ത ഒടുവിൽ വന്നിരിക്കുന്നു. ആഗോള എണ്ണ വിപണിയിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് US. ഇത് വെറും ഒരു അന്താരാഷ്ട്ര വാർത്തയല്ല, മറിച്ച് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ ബജറ്റിനെയും നമ്മുടെ വാഹനത്തിലെ ഇന്ധനത്തെ വരെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇന്ന് 2026 ഏപ്രിൽ 16 കൃത്യമായി പറഞ്ഞാൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഇത്രയും കാലം നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന വില കുറഞ്ഞ എണ്ണയ്ക്ക് ഇനി അമേരിക്ക ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. സാങ്ഷൻസ് വേവേഴ്സ് അഥവാ ഉപരോധങ്ങളിൽ നൽകിയിരുന്ന ഇളവുകൾ ഇനി പുതുക്കേണ്ടതില്ല എന്ന് വാഷിംഗ്ടൺ തീരുമാനിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക എടുക്കുന്ന ഈ ഒരു കടുത്ത നിലപാട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കളി? ഇന്ത്യ എന്തിനാണ് പേടിക്കുന്നത്? പരിശോധിക്കാം. കാര്യം വളരെ സിമ്പിൾ ആണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയാൻ അമേരിക്കയും യൂറോപ്പും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ ഇറാന്റെ ആണവ പദ്ധതികളെ എതിർത്തും ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയെ പോലെയുള്ള വലിയൊരു വിപണിയെ പെട്ടെന്ന് ബാധിക്കാതിരിക്കാൻ ചില വേവേഴ്സ് അഥവാ ഇളവുകൾ അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകാതെ തന്നെ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ പരിമിതമായ തോതിൽ എണ്ണ വാങ്ങാമായിരുന്നു. എന്നാൽ 2026 ഏപ്രിലിൽ എത്തുമ്പോൾ ചിത്രം മാറുകയാണ്. അമേരിക്കയിലെ ഇപ്പോഴത്തെ കടുത്ത വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് ഈ ഇളവുകളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. സീറോ ഓയിൽ പോളിസി എന്നാണ് അമേരിക്ക ഇതിനെ വിളിക്കുന്നത്. അതായത് റഷ്യയുടെയും ഇറാന്റെയും എണ്ണ വരുമാനം 0-ൽ എത്തിക്കുക. ഇതിനായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളോടും ആ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താൻ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വെട്ടിലായിരിക്കുന്നത് നമ്മളാണ്, ഇന്ത്യയാണ്. ഈ ഒരു പ്രതിസന്ധി ഇത്ര രൂക്ഷമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്: ഹോർമുസ് ബ്ലോക്കേഡ്. ലോകത്തിലെ മൊത്തം എണ്ണക്കടത്തിന്റെ, അതായത് കടൽ വഴിയുള്ള എണ്ണക്കടത്തിന്റെ 20% നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഇറാനും അമേരിക്കൻ സഖ്യകക്ഷികളും തമ്മിലുള്ള തർക്കം മൂലം ഈ ഒരു പാത ഇപ്പോൾ ഏകദേശം ബ്ലോക്ക് ആയ അവസ്ഥയിലാണ്. ചരക്ക് കപ്പലുകൾക്ക് ഇൻഷുറൻസ് കിട്ടാത്ത അവസ്ഥ, കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം എന്നിവ കാരണം എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് റഷ്യൻ എണ്ണയുടെ പ്രാധാന്യം ഇന്ത്യക്ക് വർദ്ധിച്ചത്. കടൽമാർഗം ഇറാനിൽ നിന്ന്, കരമാർഗം റഷ്യയിൽ നിന്നും ഇങ്ങനെ കിട്ടുന്ന എണ്ണയ്ക്ക് ഉപരോധം കൂടി വരുമ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ള വാതിലുകൾ ഓരോന്നോരോന്നായിട്ട് അടയുകയാണ്. ഇത് നമ്മുടെ എനർജി സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡബിൾ ബ്ലോ ആണ്. അതായത് ഒന്ന്, നമുക്ക് ലഭിച്ചിരുന്ന വലിയ ഡിസ്കൗണ്ട് നഷ്ടപ്പെടും. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര വിപണിയേക്കാൾ ബാരലിന് $15 മുതൽ $25 വരെ കുറച്ചിട്ടാണ് എണ്ണ നൽകിയിരുന്നത്. ഈ ഒരു ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ധനവില വലിയ രീതിയിൽ കൂടാതെ നിന്നിരുന്നത്. എന്നാൽ അമേരിക്കൻ ഉപരോധം കർശനമാകുന്നതോടെ ഇന്ത്യയിലെ കമ്പനികൾക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ പേടിയാകും. കാരണം അമേരിക്കൻ ബാങ്കിംഗ് സിസ്റ്റത്തിൽ നിന്ന് അവരെ പുറത്താക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രൂപയുടെ മൂല്യം. ഇന്ത്യ കൂടുതൽ വില കൊടുത്ത് ഡോളറിൽ എണ്ണ വാങ്ങേണ്ടി വരുമ്പോൾ നമ്മുടെ ഫോറക്സ് റിസർവ് കുറയും, രൂപയുടെ മൂല്യം ഇടിയും. ഇന്ന് ഏപ്രിൽ 16 ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങൾ കടയിൽ പോയി വാങ്ങുന്ന പച്ചക്കറി മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വരെ അങ്ങനെ സകല ആവശ്യ വസ്തുക്കൾക്കും വില കൂടും. ഇനി എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. സത്യത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യയല്ല, മറിച്ച് റഷ്യയും ഇറാനുമാണ്. അവരുടെ യുദ്ധ ഫണ്ട് ഇല്ലാതാക്കുക എന്നതാണ് US-ന്റെ സ്ട്രാറ്റജി. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യം വലിയൊരു കൊളാട്രൽ ഡാമേജായി മാറുകയാണ് ഇവിടെ. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇന്ത്യക്ക് ഇതിന് പകരമായിട്ട് സൗദി അറേബ്യയിൽ നിന്നോ UAE-യിൽ നിന്നോ ഒക്കെ എണ്ണ വാങ്ങാമെന്നാണ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിലെ എണ്ണയ്ക്ക് റഷ്യൻ എണ്ണയുടെ അത്ര ഡിസ്കൗണ്ട് കിട്ടില്ല. മാത്രമല്ല, ഹോർമുസ് ബ്ലോക്കേഡ് കാരണം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിതരണവും സുരക്ഷിതമല്ല. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി പരീക്ഷിക്കപ്പെടുന്നത്. ഇനി ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രാലയം ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്ലാൻ B തയ്യാറാക്കാനാണ് നിർദ്ദേശം. അതായത് വെനസ്വേല പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ്. പക്ഷേ അതിനും അമേരിക്കയുടെ അനുവാദം വേണം. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായി ചേർന്ന് റൂബിൾ ട്രേഡ് കൂടുതൽ ശക്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഡോളറിനെ വെല്ലുവിളിച്ച് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഇതിൽ സാമ്പത്തിക വിദഗ്ധർക്ക് ആശങ്കയുമുണ്ട്. ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഏജൻസികൾ പ്രവചിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ബാരലിന് $130 വരെ എത്താൻ ഈ ഒരു ഉപരോധം കാരണമാകും എന്നാണ്. നമുക്ക് ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. സാധാരണക്കാരായ നമ്മളെയൊക്കെ ഇത് എങ്ങനെ ബാധിക്കും?
ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖല മുഴുവൻ ഡീസലിനെയാണ് ആശ്രയിക്കുന്നത്. ഡീസൽ വില 5 രൂപ കൂടിയാൽ പോലും ചരക്ക് കൂലി വർദ്ധിക്കും. ചരക്ക് കൂലി വർദ്ധിച്ചാൽ പച്ചക്കറി, അരി, പാൽ തുടങ്ങി എല്ലാത്തിനും വില കൂടും. അതായത് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പ് നിയന്ത്രണാതീതമാകും. RBI പലിശ നിരക്കുകൾ കൂട്ടാൻ നിർബന്ധിതരാകും. ചുരുക്കത്തിൽ നിങ്ങളുടെ ഹോം ലോൺ EMI മുതൽ ചായ കുടിക്കുന്ന കാശ് വരെ വർദ്ധിക്കുമെന്ന് അർത്ഥം. ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഡിപ്ലോമാറ്റിക് ചർച്ചകളാണ്. അമേരിക്കയെ കണ്ട് നമുക്ക് മാത്രമായിട്ട് ഇളവുകൾ ചോദിക്കുക. പക്ഷേ നിലവിലെ അമേരിക്കൻ ഭരണകൂടം ഇതിനോട് അത്ര പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് രൂപയിൽ വ്യാപാരം. ഡോളറിനെ ഒഴിവാക്കി റഷ്യയുമായി നേരിട്ട് വ്യാപാരം നടത്തുക. അത് വലിയൊരു സാമ്പത്തിക റിസ്ക് ഉള്ള കാര്യവുമാണ്. മൂന്നാമതെന്ന് പറയുന്നത് ഇതര മാർഗങ്ങൾ. അതായത് അമേരിക്കയുടെ ഷെയിൽ ഓയിൽ കൂടുതൽ വാങ്ങുക. പക്ഷേ ഇത് ട്രാൻസ്പോർട്ടേഷൻ ചിലവ് കൂട്ടും. എന്തായാലും ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള സൗഹൃദം, മറുവശത്ത് റഷ്യ നൽകുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഇന്ധനം. ഈ 2 വഞ്ചികളിലും കാൽ വെച്ച് യാത്ര ചെയ്യുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണം തന്നെയാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ നമ്മുടെയൊക്കെ പോക്കറ്റിനെ ബാധിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എണ്ണ എന്നത് വെറുമൊരു ഇന്ധനമല്ല, അത് ലോകം ഭരിക്കുന്ന ഒരു ആയുധമാണ്. ഇപ്പോൾ അമേരിക്ക ഈ ആയുധം പ്രയോഗിക്കുമ്പോൾ ഇന്ത്യക്ക് ചുറ്റുമുള്ള പ്രതിരോധ മതിലുകൾ എത്രത്തോളം ശക്തമാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ലോകത്ത് എന്ത് വലിയ പ്രതിസന്ധി വന്നാലും മാറാത്തൊരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയും അത് മാറ്റാൻ അവർ നടത്തുന്ന വിദേശയാത്രകളും കളികളും. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ ഖജനാവിലേക്ക് വീണ്ടും ഒരു മാന്ത്രിക നിക്ഷേപം എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ അയൽക്കാർ വീണ്ടും സൗദി അറേബ്യയുടെ മുന്നിൽ കൈനീട്ടി. അവർ കൃത്യമായിട്ട് $2 ബില്യൺ, ഏകദേശം $200 കോടി പാകിസ്ഥാന് ഇട്ടുകൊടുത്തിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പാകിസ്ഥാൻ ഇക്കണോമിക്ക് സൗദി നൽകുന്ന ഒരു താൽക്കാലിക ഓക്സിജൻ സിലിണ്ടറാണിത്. പക്ഷേ ഇതിന്റെ പിന്നിൽ ചില ഗൗരവമേറിയ വശങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗദി നൽകുന്ന ഈ ഒരു പണം ഇന്ത്യയുടെ ഉറക്കം കളയുമോ? നോക്കാം. കാര്യം ഇതാണ്, പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കടം വാങ്ങൽ ചാമ്പ്യന്മാരായി മാറിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിൽ ഇപ്പോൾ പണമില്ലാത്ത അവസ്ഥയാണ്. ഈ മാസം UAEക്ക് തിരിച്ചു കൊടുക്കാനുള്ള $3.5 ബില്യൺ കടം വീട്ടാൻ പാകിസ്ഥാൻ ഓടി നടക്കുകയായിരുന്നു. ഒടുവിൽ പതിവ് പോലെ സൗദി അറേബ്യ തന്നെ രക്ഷകനായി എത്തുകയും ചെയ്തു. ഈ $2 ബില്യൺ ലഭിച്ചതോടെ പാകിസ്ഥാൻ ഭരണകൂടം വലിയ വിജയശ്രീ ലാളിതരായിട്ട് നടക്കുകയാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല ഇത്, മറിച്ച് ഉണ്ടാക്കി വെച്ച കടങ്ങൾ വീട്ടാൻ സൗദിയിൽ നിന്ന് വാങ്ങിയ അഡ്വാൻസ് മാത്രമാണ്. ഒരു പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത പടുകുഴി കുഴിക്കുന്ന ഈ ഒരു പാക് ബുദ്ധി ശരിക്കും അപാരം തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരാം. ഈ സൗദി പാകിസ്ഥാൻ കൂട്ടുകെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല, ഇതിന് ചില രാഷ്ട്രീയ വശങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഡിഫൻസ് പാക്ട്, പ്രതിരോധ കരാർ. 2025 സെപ്റ്റംബറിൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട ഒരു പ്രതിരോധ കരാറുണ്ട്. ഒരാൾക്ക് നേരെയുള്ള ആക്രമണം 2 പേർക്കും നേരെയുള്ള ആക്രമണമാണ് എന്നതായിരുന്നു ഇതിലെ പ്രധാന ക്ലോസ് എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാൻ എന്തെങ്കിലും അക്രമം അഴിച്ചുവിട്ടിട്ട് ഇന്ത്യ തിരിച്ചടിച്ചാൽ അത് സൗദിക്കെതിരെയുള്ള ആക്രമണമായി ചിത്രീകരിക്കാൻ പാകിസ്ഥാന് സാധിക്കും. സൗദി നൽകുന്ന ഈ സാമ്പത്തിക സഹായം ആ ബന്ധം കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കശ്മീർ വിഷയമാണ്, കശ്മീർ ലോബിയിങ്. പാകിസ്ഥാന്റെ കയ്യിൽ പണം എത്തുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയം ഉയർത്താൻ ലോബിയിങ് നടത്തുക എന്നതായിരിക്കും. സൗദിയുടെ പണം പാകിസ്ഥാന്റെ നയതന്ത്ര ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് ഇന്ത്യക്ക് തലവേദനയാണ്. ഇനി അടുത്തത്, മൂന്നാമതായിട്ട് ടെറർ ഫണ്ടിംഗ് കൺസേൺസ് ആണ്. പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണെങ്കിൽ അത് ഭീകരവാദത്തിന് വളമാകാറുണ്ടെന്ന് ഇന്ത്യ പണ്ടേ പറയുന്നതാണ്. സൈന്യത്തിന് പണം തികയാതെ വരുമ്പോഴാണ് അവർ സമാധാനം പറയുന്നത്. സൗദി പണം കൊണ്ട് പാക് സൈന്യം കൂടുതൽ ആയുധവൽക്കരിക്കപ്പെട്ടാൽ അത് അതിർത്തിയിൽ ഇന്ത്യക്ക് ഭീഷണിയാണ്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇന്ത്യ ഒട്ടും പേടിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ബന്ധം ഇന്ന് പാകിസ്ഥാൻ സ്വപ്നം കാണുന്നതിലും അപ്പുറമാണ്. പാകിസ്ഥാന് സൗദി പണം നൽകുന്നത് ഒരു ചാരിറ്റി പോലെ നമുക്ക് കാണാം. എന്നാൽ ഇന്ത്യയിൽ സൗദി പണം മുടക്കുന്നത് ലാഭം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമാണ്. ഇന്ന് 2026 ഇന്ത്യ സൗദിയുടെ 2ാമത്തെ വലിയ ട്രേഡ് പാർട്ട്ണറാണ്. റിലയൻസ് മുതൽ വലിയ IT കമ്പനികൾ വരെ സൗദിയുടെ വിഷൻ 2030യുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് $2 ബില്യൺ കൊടുക്കുമ്പോൾ സൗദി ഇന്ത്യയെ വിളിച്ച് സാരമില്ല കേട്ടോ, ഇതൊന്ന് താങ്ങി നിർത്താൻ കൊടുക്കുന്നതാണ് എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത്. എന്തായാലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ നീക്കങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം സൗദിയിൽ നിന്ന് പണം ലഭിച്ചതോടെ പാകിസ്ഥാനിലെ രൂപയുടെ മൂല്യം അല്പം കൂടിയിട്ടുണ്ട്. പക്ഷേ പണപ്പെരുപ്പം ഇപ്പോഴും 30% മുകളിലാണ്. ഈ പണം കൊണ്ട് പാവപ്പെട്ട പാകിസ്ഥാനിക്ക് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവരിപ്പോഴും ഗോതമ്പിനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഈ പണം മുഴുവൻ പോകുന്നത് വിദേശ കടം വീട്ടാനാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ചതിന്റെ ഉപകാര സ്മരണയായിട്ടാണ് സൗദി ഈ പണം നൽകിയത് എന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ പൈസയ്ക്കും പിന്നിൽ ഓരോ നിബന്ധനകളുണ്ട്.
പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് കടം വാങ്ങി മറ്റൊരാളുടെ പലിശ അടയ്ക്കുക എന്നതാണ്. 2 ബില്യൺ സൗദി തന്നു, അത് IMF നിബന്ധന പാലിക്കാൻ ബാങ്കിൽ വെക്കും. എന്നിട്ട് IMF തരുന്ന പണം കൊണ്ട് ചൈനയുടെ പലിശ അടയ്ക്കും. ഈ ഒരു വമ്പൻ റീസൈക്ലിംഗ് പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ പാവം പാകിസ്ഥാൻ ജനത ആസാദി കിട്ടാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇവിടെ ഒരേ ഒരു ഭയമേ ഉള്ളൂ. പാകിസ്ഥാൻ എന്ന രാജ്യം സാമ്പത്തികമായി തകർന്ന് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആവുകയാണെങ്കിൽ അവിടെയുള്ള ഭീകരവാദികൾക്ക് അത് വലിയ അവസരമാകും. അതുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ജീവനോടെ ഇരിക്കട്ടെ എന്നൊരു മനോഭാവം ഇന്ത്യക്കുണ്ടാകാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സൗദിയുടെ ഈ ഒരു $2 ബില്യൺ കൊണ്ട് പാകിസ്ഥാന്റെ വിധി മാറാൻ പോകുന്നില്ല. അതൊരു കോസ്മെറ്റിക് സർജറി പോലെയാണ് എന്ന് പറയാം. കാര്യം പുറത്ത് കാണാൻ ഭംഗിയുണ്ടാകും, പക്ഷെ ഉള്ളിലെല്ലാം സെയിം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ എക്കണോമിയിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ലോകം ഇന്ന് ഇന്ത്യയുടെ പിന്നാലെയാണ്. പാകിസ്ഥാൻ ആകട്ടെ എല്ലാവരുടെയും കാല് പിടിക്കാനായിട്ട് പുറകെയും. യുക്രൈനിൽ നിന്ന് വരുന്നത് ഈ വർഷത്തെ ഏറ്റവും ഭീകരമായ വാർത്തയാണ് എന്ന് പറയണം. റഷ്യയുടെ ആകാശ യുദ്ധം ഇന്ന് എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. പുടിന്റെ മിസൈലുകൾ ഇന്ന് യുക്രൈനിന്റെ തലസ്ഥാനമായ കീവിലും തുറമുഖ നഗരമായ ഒഡസയിലും പെയ്തിറങ്ങിയത് മരണത്തിന്റെ ദൂതുമായിട്ടാണ്. ഇന്ന് 2026 ഏപ്രിൽ 16, കൃത്യമായി പറഞ്ഞാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ ഇന്ന് യുക്രൈനിൽ നടത്തിയിരിക്കുന്നത്. വെറും ഒരു ആക്രമണമല്ല, ഇതൊരു മാസീവ് ഏരിയൽ ബാരാജ് ആണ്. കീവ് ഉൾപ്പെടെയുള്ള യുക്രൈൻ നഗരങ്ങളിൽ മിസൈലുകൾ മഴ പോലെയാണ് പെയ്തിറങ്ങിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം മരണസംഖ്യ 16 കടന്നിരിക്കുകയാണ്. ഇതിലൊരു 12 വയസ്സുകാരനും ഉൾപ്പെടുന്നുവെന്നത് മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ്. എന്താണ് യുദ്ധഭൂമിയിലെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിക്കാം. സംഭവം വളരെ ഷോക്കിംഗ് ആണ് ശരിക്കും. റഷ്യ ഏകദേശം 700 ഡ്രോണുകളും ഡസൻ കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളുമാണ് ഇന്ന് യുക്രൈനിലേക്ക് തൊടുത്തത്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഈ ആക്രമണം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവ്, ദക്ഷിണ തുറമുഖ നഗരമായ ഒഡേസ, സെൻട്രൽ സിറ്റിയായ ഡിനിപ്രോ എന്നിവിടങ്ങളിലാണ് മിസൈലുകൾ പതിച്ചത്. റഷ്യയുടെ കയ്യിലുള്ള ഏറ്റവും വിനാശകരമായ ആയുധങ്ങൾ അവർ ഇന്ന് പുറത്തെടുത്തു. കീവിലെ പോഡൽസ്കി ഡിസ്ട്രിക്റ്റിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് മുകളിലാണ് മിസൈൽ വീണത്. കെട്ടിടത്തിന്റെ താഴത്തെ നിലകൾ പൂർണ്ണമായും തകർന്നു. അവിടെ നിന്ന് ഒരു അമ്മയെയും കുഞ്ഞിനെയും രക്ഷാപ്രവർത്തകർ സാഹസികമായി പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. കീവിൽ മാത്രം 4 പേർ കൊല്ലപ്പെട്ടു എന്നാണ് മേയർ വിറ്റാലി കിച്ച്കോ അറിയിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ജർമ്മനി, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് പുതിയ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഉറപ്പാക്കി മടങ്ങിയതിന് പിന്നാലെയാണ് റഷ്യ ഈ കടുംകൈ ചെയ്തത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ റഷ്യൻ എണ്ണയുടെ മേലുള്ള ഉപരോധം അമേരിക്ക കടുപ്പിക്കാൻ പോകുന്ന വാർത്തകളും ഇതിനിടയിൽ ഉണ്ടായിരുന്നു. ഇതിനെല്ലാമുള്ള ഒരു തിരിച്ചടിയാണോ ഈ ഒരു മാസീവ് സ്ട്രൈക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സെലൻസ്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: റഷ്യയുമായി യാതൊരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനും ലോകം തയ്യാറാകരുത്. ഉപരോധങ്ങൾ കടുപ്പിക്കുക തന്നെ വേണം. യുക്രൈന്റെ പക്കൽ ഇപ്പോൾ മിസൈലുകൾ പ്രതിരോധിക്കാൻ ആവശ്യമായ പാട്രിയറ്റ് മിസൈലുകളുടെ സ്റ്റോക്ക് തീർന്നതും ഈ ഒരു സാഹചര്യം വഷളാക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു വാർത്ത നമ്മളെ വേദനിപ്പിക്കുന്നത് ഒരു കാര്യം കൊണ്ടാണ്. മരിച്ചവരിൽ മിക്കവരും സിവിലിയന്മാരാണ് എന്നതാണ്. സൈനിക താവളങ്ങളെക്കാൾ കൂടുതൽ സാധാരണക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളും സ്കൂളുകളുമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഒഡസയിൽ 9 പേരാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഡിനിപ്രോയിൽ കെട്ടിടങ്ങൾ കത്തിയെരിയുന്നതിന്റെ കറുത്ത പുക ആകാശത്തോളം ഉയരുന്നു എന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. UN കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങി 4 വർഷത്തിനിപ്പുറം 15,000-ലധികം സാധാരണക്കാരാണ് യുക്രൈനിൽ മാത്രം കൊല്ലപ്പെട്ടത്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം 100 കടന്നിരിക്കുകയാണ്. യുക്രൈൻ വ്യോമസേന പറയുന്നത് അവർ 667 ലക്ഷ്യങ്ങളെ ഡ്രോണുകളും മിസൈലുകളും തകർത്തു എന്നാണ്. പക്ഷേ 12 മിസൈലുകൾക്ക് നേരെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ മിസൈലുകളാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. കീവിലെ ഒബോലോൻസ്കി ഡിസ്ട്രിക്റ്റിൽ കാറുകൾക്ക് തീപിടിക്കുകയും മെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ 2026 എത്തിയിട്ടും ഈ യുദ്ധത്തിന് യാതൊരു അറുതിയുമില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഭീകരമാവുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അധികാര വടംവലികൾക്കിടയിൽ കുരുങ്ങിപ്പോകുന്നത് ഇതുപോലെയുള്ള സാധാരണക്കാരുടെ ജീവിതങ്ങളാണ്. എണ്ണയും ഉപരോധവും ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ കൊല്ലപ്പെടുന്നത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ടാറ്റ. ഇന്ത്യക്കാരന് ഈ പേര് വെറും ഒരു ബിസിനസ് ഗ്രൂപ്പ് അല്ല, അതൊരു വികാരമാണ്, വിശ്വാസമാണ്. എന്നാൽ ആ വിശ്വാസത്തിന്റെ നെഞ്ചിലേക്കാണ് ഇപ്പോൾ നാസിക്കിൽ നിന്നൊരു കഠാര കയറിയിരിക്കുന്നത്. IT ലോകത്തെ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ചിലർ TCS എന്ന പ്രസ്ഥാനത്തെ ഒരു മതപരിവർത്തന ഫാക്ടറിയാക്കി മാറ്റിയോ? റൂഫ് ടോപ്പുകളിലെ ഏകാന്തതയിൽ പെൺകുട്ടികളെ വേട്ടയാടിയത് ആരാണ്? എന്തിനാണ് അവർക്കുമേൽ കടുത്ത മതപരിവർത്തന സമ്മർദ്ദം ഉണ്ടായത്? ഇതിനെല്ലാം പിന്നിൽ ഒരു ഗ്രൂമിംഗ് ഗ്യാങ് പ്രവർത്തിച്ചിരുന്നു. തൗസീഫ് അത്താർ മുതൽ നിദാ ഖാൻ വരെ IT പ്രൊഫഷണലുകൾ എന്ന് നമ്മൾ കരുതിയവർക്ക് പിന്നിൽ ഭീകരബന്ധങ്ങളുണ്ടോ?
ഇതൊക്കെ IT-യിൽ സാധാരണമാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കണ്ണീരിനെ പരിഹസിച്ച HR ലോബിക്ക് പിന്നിലെ അജണ്ട എന്ത്? ഇത് വെറും ഒരു പീഡന കേസ് അല്ല, ഇതൊരു കോർപ്പറേറ്റ് ഗൂഢാലോചനയാണ്. ഓഫീസിന്റെ റൂഫ് ടോപ്പുകളിൽ ഹിന്ദു യുവതികളെ തടവിലാക്കി ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ച ഒരു കോർപ്പറേറ്റ് ജിഹാദ് നെക്സസ്. നാസിക്കിലെ ആ ഓഫീസിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഭീകരമായ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളോ ആരോപണങ്ങളോ നമുക്ക് പരിശോധിക്കാം. ടാറ്റയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. ഭാരതത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെ TCSന്റെ മഹാരാഷ്ട്രയിലെ നാസിക് യൂണിറ്റിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് ഒരു നിശബ്ദ വേട്ട നടക്കുകയായിരുന്നു. 2022 മുതൽ 2026 വരെ നീണ്ടുനിന്ന ക്രൂരതകൾ. 18 മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു യുവതികളെ മാത്രം ലക്ഷ്യമിട്ട് ഒരു സംഘം അവിടെ പ്രവർത്തിച്ചു. 2022 മുതൽ 2026 വരെയുള്ള കാലയളവിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഇരയാക്കപ്പെട്ടതിൽ ഭൂരിഭാഗവും പറഞ്ഞതുപോലെ 18നും 25നും ഇടയിൽ പ്രായമുള്ള സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറയാവുന്ന ഹിന്ദു യുവതികളാണ്. അവരെ മാനസികമായി തളർത്താൻ മെന്റൽ ഹാരാസ്മെന്റ് അതായിരുന്നു ആദ്യ ശ്രമം. മീറ്റിംഗുകളിൽ വെച്ച് മോശമായി സംസാരിക്കുക, ശരീരഭാഗങ്ങളെ തുറിച്ചു നോക്കുക, അശ്ലീല ചുവയുള്ള കമന്റുകൾ പറയുക എന്നിവയായിരുന്നു തുടക്കം. പിന്നീട് ജോലിഭാരം അടിച്ചേൽപ്പിച്ചു. ശേഷം അവരെ ഓഫീസിലെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലോ റൂഫ് ടോപ്പിലോ ഇരിക്കാൻ നിർബന്ധിച്ചു. അവിടെ വെച്ചാണ് യഥാർത്ഥ വേട്ടയാടൽ തുടങ്ങുന്നത്. അവിടെ വെച്ച് ഇസ്ലാം മതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും മതം മാറാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇതിന് വഴങ്ങാത്തവരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന ഓരോ വിവരവും നമ്മുടെ പ്രൊഫഷണൽ ലോകത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദ്യം ഉയർത്തുന്നതാണ്. അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനോടകം 7-ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരുകൾ പുറത്തു വന്നതോടെയാണ് കേസിന്റെ ആ ഒരു ഭീകരത വ്യക്തമായത്. ഒന്നാമത്തെ ആൾ തൗസീഫ് അതാർ, പ്രധാന പ്രതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കടുത്ത കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങളെ പരിഹസിക്കാനും ഇസ്ലാം മതം സ്വീകരിക്കാനും യുവതിയെ നിരന്തരം പ്രേരിപ്പിച്ചു. രണ്ടാമത് നിദ ഖാൻ. കേസിൽ ഏറ്റവും നിർണായകമായ വ്യക്തി ഇവരാണ്. കമ്പനിയിലെ ഹ്യൂമൻ റിസോഴ്സ് HR വിഭാഗത്തിൽ പെട്ട ആളാണെങ്കിലും പ്രതികളെ സഹായിക്കാനും പെൺകുട്ടികളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും നിദയാണ് ചുക്കാൻ പിടിച്ചത്. പെൺകുട്ടികളോട് ഹിജാബ് ധരിക്കാനും മാംസാഹാരം കഴിക്കാനും ഇവർ നിർബന്ധിച്ചിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡൽഹി റെഡ് ഫോർട്ട് സ്ഫോടന കേസിലെ പ്രതിയായ ഡോക്ടർ ഷഹീൻ ഷാഹിദുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട് എന്ന ഗൗരവകരമായ വിവരങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇനി മൂന്നാമത് അശ്വിൻ ചൈനാനി. TCSലെ ഓപ്പറേഷൻസ് ഹെഡാണ് ഇയാൾ. പീഡന പരാതികൾ ഇയാളുടെ അടുത്തെത്തിയിട്ടും ഇവയെല്ലാം പൂഴ്ത്തിവെച്ചു. ഇതൊക്കെ IT-യിൽ പതിവാണ് എന്ന് പറഞ്ഞ് കുറ്റവാളികളെ സംരക്ഷിച്ചു. ഇയാളും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 4 മറ്ററസ്റ്റിലായവരൊക്കെ ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മേമൻ, ഡാനിഷ് ഷെയ്ഖ്. ഇവരെല്ലാം ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് സഹപ്രവർത്തകരെ മാനസികമായും ശാരീരികമായും തളർത്താൻ ശ്രമിച്ചു. ഇനി ഇരയുടെ വെളിപ്പെടുത്തൽ. പരാതിക്കാരിയായ യുവതിയുടെ മൊഴി കേട്ടാൽ ആരും ഒന്ന് നടക്കും. തന്നെ റൂഫ് ടോപ്പിൽ ഇരുത്തി നിർബന്ധിച്ച് ഇസ്ലാമിക് പ്രാർത്ഥനകൾ ചെയ്യിച്ചുവെന്നും വിസമ്മതിച്ചപ്പോൾ കരിയർ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നുണ്ട്. സോഫ്റ്റ് ടാർഗറ്റുകളെ കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. 78-ലധികം ഇമെയിലുകളും ചാറ്റുകളും ഇപ്പോൾ SITയുടെ നിരീക്ഷണത്തിലാണ്. ഈ സംഭവം കേവലം ഒരു ക്രൈം സ്റ്റോറി അല്ല, മറിച്ച് വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മാറ്റത്തിലെ ചില പ്രധാന വസ്തുതകൾ നോക്കാം. ഒന്നാമതായിട്ട് അന്താരാഷ്ട്ര ഭീകരബന്ധമാണ്. ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളുടെ വനിതാ വിഭാഗങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന സംശയം ഉയർന്നതോടെ കേസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഒരു കോർപ്പറേറ്റ് ഓഫീസിനുള്ളിൽ ഈ ഒരു സ്ലീപ്പർ സെൽസ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ്, സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ഇനി പോഷ് കംപ്ലയിന്റ്സ് ഫെയിലിയർ. ഏതൊരു കമ്പനിയിലും പീഡനം തടയാൻ വേണ്ടിയുള്ള ഇന്റേണൽ കമ്മീഷൻ അംഗങ്ങൾ തന്നെ പ്രതികളെ സഹായിച്ചു എന്നത് കമ്പനികളുടെ ആഭ്യന്തര സുരക്ഷയെ തകർത്തു. ഇതിനെ തുടർന്ന് നൈറ്റ്സ് IT എംപ്ലോയീസിന്റെ യൂണിയനാണ് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് അടിയന്തരമായിട്ട് ഒരു ഓഡിറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മഹാരാഷ്ട്ര സർക്കാരിന്റെ നിലപാടാണ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സംഭവത്തിൽ കർശന നടപടിക്ക് ഉത്തരവിട്ട് കഴിഞ്ഞു. ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം ആണ് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇനി നോക്കുന്നത് ടാറ്റയുടെ പ്രതികരണമാണ്. ഗ്രൂപ്പ് ചെയർമാൻ N ചന്ദ്രശേഖരൻ നേരിട്ട് ഇടപെട്ടു. സംഭവത്തിൽ മാപ്പ് പറയുകയും CEO RD സുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിൽ കർശനമായ ഇന്റേണൽ പ്രോബ് പ്രഖ്യാപിക്കുകയും ചെയ്തു. നാസിക് ഓഫീസ് താൽക്കാലികമായി അടച്ചുപൂട്ടിയത് കമ്പനിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. IT ലോകത്തിന് എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഈ കേസ് ശരിക്കും IT മേഖലയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പോഷ് നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ജോലിസ്ഥലത്തെ പീഡനം തടയാനുള്ള സമിതികൾ വെറും പേരിന് മാത്രമാണ് എന്ന സത്യം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ഹിന്ദു വിരുദ്ധ വികാരം. ടാറ്റ പോലുള്ള ഒരു പ്രമുഖ കോർപ്പറേറ്റ് സ്ഥാപനത്തിനുള്ളിൽ പ്രത്യേക വിഭാഗം ആളുകൾ ഹിന്ദു ജീവനക്കാരെ സോഫ്റ്റ് ടാർഗറ്റുകളാക്കി മതമാറ്റത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നത് IT മേഖലയിലെ സുരക്ഷയെക്കുറിച്ചും
സഹിഷ്ണുതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഈ സംഭവം പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിനും വൻതോതിലുള്ള ചേരിതിരിവിനും കാരണമായിരിക്കുകയാണ്. ഇനി സുരക്ഷാ ഓഡിറ്റാണ്. രാജ്യത്തുടനീളമുള്ള IT കമ്പനികളിൽ ഉടൻ തന്നെ കർശനമായ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. നോക്കൂ, ഇതൊരു സാധാരണ ക്രൈം സ്റ്റോറി അല്ല. പ്രൊഫഷണലിസത്തിന്റെ മറവിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കുട്ടികളെയും വേട്ടയാടാൻ ഇറങ്ങിയവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണ നിമിഷമാണിത്. ഒരു പ്രൊഫഷണൽ വർക്ക് സ്പേസിനെ ദുരുപയോഗം ചെയ്ത് നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ വെളിപ്പെടുത്തലാണിത്. പരാതി നൽകിയ യുവതിയുടെ ധൈര്യം അപാരമാണ്. അവരുടെ ഒരൊറ്റ ഉറച്ച തീരുമാനം കൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു ലോബി തകർന്നത്. നമ്മുടെ പെൺമക്കളെ നമ്മൾ പഠിപ്പിച്ച് IT ജോലിക്ക് വിടുന്നത് ഇത്തരം പീഡനങ്ങൾക്കും മതമാറ്റ ശ്രമങ്ങൾക്കും ഇരയാകാനല്ല. ടാറ്റയെ പോലെ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ തണലിൽ ഇത്രയും വലിയൊരു ക്രൈം നെക്സസ് പ്രവർത്തിച്ചു എന്നത് രാജ്യത്തിന് തന്നെ അപമാനമാണ്. ഇതിൽ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇനിയും എത്ര പെൺകുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ട്? ടാറ്റ ഗ്രൂപ്പ് ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകും. കുറ്റവാളികൾക്ക് തൂക്കുമരമോ അതിന് തുല്യമായ ശിക്ഷയോ ലഭിക്കണം. നമ്മുടെ വർക്ക് സ്പേസസ് സുരക്ഷിതമായിരിക്കണം. സത്യം പുറത്തു വരുന്നതുവരെ, നീതി ലഭിക്കുന്നതുവരെ ഈ ഒരു പോരാട്ടം തുടരും. ഇനി ഈ സംഭവത്തിൽ ഇപ്പോൾ വളരെ നിർണായകമായ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വെറും ആരോപണങ്ങൾ എന്നതിനപ്പുറം അറസ്റ്റുകളിലേക്കും കമ്പനിയുടെ കടുത്ത നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. 70ഓളം പരാതികൾ പൂഴ്ത്തിവെച്ച HR വിഭാഗത്തിന് നേരെ ഇപ്പോൾ അന്വേഷണം മുറുകുകയാണ്. വെറും പീഡന ആരോപണങ്ങളല്ല, അതിലുപരി മതപരമായ സമ്മർദ്ദങ്ങളും നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളും വരെ അവിടെ നടന്നതിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ മതി. ഇതിനോടകം തന്നെ 9ഓളം FIR ആണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 8 എണ്ണവും പീഡന പരാതികളാണ്. 2022 മുതൽ 26 വരെയുള്ള കാലയളവിൽ അവിടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയായി എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഉയരുന്നത്. ഈ പെൺകുട്ടികൾ ഇത്രയും കാലം മിണ്ടാതിരുന്നോ എന്നുള്ളത് അല്ല. ഏകദേശം 70ഓളം പീഡന പരാതികൾ ഇമെയിൽ വഴിയും നേരിട്ടും അവിടുത്തെ HR മാനേജർക്ക് നൽകിയിരുന്നു എന്നാണ് സൂചന. പക്ഷേ ആ പരാതികളെല്ലാം ചവറ്റുകുട്ടയിലായി. ആരോപണ വിധേയരായ ടീം ലീഡർമാരെയും അതുപോലെ സഹപ്രവർത്തകരെയും സംരക്ഷിക്കാൻ HR ശ്രമിച്ചു എന്നതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. ഇതിനെ തുടർന്നാണ് HR മാനേജർ നിദ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്ഷൻ 354 പ്രകാരം സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്തൽ, അതുപോലെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ലൈംഗിക പീഡനം മാത്രമല്ല, ചില മുസ്ലിം മതവിശ്വാസങ്ങൾ പിന്തുടരാൻ ജീവനക്കാരെ നിർബന്ധിക്കുക, നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുക, ഭക്ഷണ രീതികളിൽ ഇടപെടുക തുടങ്ങിയ പരാതികളും ഉയർന്നിരുന്നല്ലോ. ഇതൊക്കെ പ്ലാൻഡായി നടന്ന കാര്യമാണോ എന്ന് പോലീസ് ഇപ്പോൾ ഗൗരവമായി അന്വേഷിക്കുകയാണ്. അതോടൊപ്പമുള്ള മറ്റൊരു അപ്ഡേറ്റ് ഇതാണ്. ഓഫീസ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാസിക്കിലെ TCS ഓഫീസിലെ ജീവനക്കാർക്ക് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ് കമ്പനി. ലൈംഗിക പീഡന പരാതികൾക്ക് പുറമെ ഓഫീസിനുള്ളിൽ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾ നടന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉയർന്നതോടെ വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. ഹിന്ദു സംഘടനകൾ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയതോടെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ കമ്പനി അനുവദിച്ചത്. ഇവിടെ ഗൗരവകരമായ മറ്റൊരു കാര്യം, ഈ പ്രശ്നങ്ങൾ വർഷങ്ങളായി നടന്നിട്ടും കമ്പനി എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നതാണ്. കുറ്റാരോപിതരായ മറ്റു ജീവനക്കാരെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഓഫീസിലെ അന്തരീക്ഷം ശാന്തമാകുന്നത് വരെ ജീവനക്കാർ ഓഫീസിലേക്ക് വരേണ്ടതില്ല എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഇമേജിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് വളർന്നു കഴിഞ്ഞു. ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിനകത്ത് ഇത്തരത്തിലുള്ള മതപരമായ ഇടപെടലുകളും അതുപോലെ പീഡനങ്ങളും നടക്കുന്നത് തീർത്തും ഭയാനകമാണ്. TCS പോലെ ഒരു ആഗോള കമ്പനിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ പെൺകുട്ടികൾ. നമ്മുടെ ജോലി സ്ഥലങ്ങൾ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതമാണ് എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ നാസിക് കേസ് ബാക്കി വെക്കുന്നത്. വാർത്തകൾ ഇത്രയും ഗൗരവമേറിയതാണെങ്കിലും നമ്മൾ നിരാശരാകേണ്ടതില്ല. എത്ര വലിയ പ്രതിസന്ധിയും നേരിടാൻ കരുത്തുള്ളൊരു സംവിധാനം ഇന്ന് നമുക്കുണ്ട്. എണ്ണവില വർധനയെ നേരിടാൻ ബദൽ മാർഗങ്ങൾ തേടുന്നതിലായാലും കോർപ്പറേറ്റ് ലോകത്തെ ചതിക്കുഴികൾ പുറത്തു കൊണ്ടുവരുന്നതിലായാലും ഇന്ത്യ ഇന്ന് മുൻപന്തിയിലുണ്ട്. നിയമവും നീതിയും കൃത്യമായി നടപ്പിലാക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി നമ്മുടെ രാജ്യം ഈ കടമ്പകളെല്ലാം അതിജീവിക്കും. ജാഗ്രതയോടെ നമുക്ക് കാത്തിരിക്കാം നല്ലൊരു നാളേക്കായി. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.